പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ സക്കേവൂസ് ഒരു തീരുമാനം എടുത്തല്ലേ. അപ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? ലുക്ക 19:9 ഈശോ എന്നാ പറഞ്ഞത്? ഇന്ന് ഈ ഭവനത്തിന് രക്ഷ. രക്ഷ എന്ന് പറഞ്ഞത് ആരാ? ഈശോയാ. ഇന്ന് ഈ ഭവനത്തിന് ഈശോ. അപ്പം ഈശോ അവിടുന്ന് പോയാലും ശരി, ഈശോ അവിടെ ഉണ്ടാവും. സക്കേവൂസിന് വീട്ടിൽ നിന്ന് കാപ്പിയും കുടിച്ച് ഈശോ പോകും. അതാരാണ്? മനുഷ്യനായ ഈശോ. ദൈവത്തിൻ്റെ അരൂപിയാകുന്ന ഈശോ സക്കേവൂസിൻ്റെ ഭവനത്തിൽ രക്ഷയായി നിലനിൽക്കും. അതാണ് ഉടമ്പടി എടുക്കുമ്പോൾ സംഭവിക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ ഓരോ മക്കളുടെ വീട്ടിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം. അതുകൊണ്ടല്ലേ ഉടമ്പടി എടുക്കുമ്പോൾ ഇപ്പം ഈശോ തന്നെ പറഞ്ഞു, ഉടമ്പടിക്ക് മുമ്പ് എന്നാ ചെയ്തത്? ഞാനൊരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിക്ക് മുമ്പ് ഈശോ കുറച്ച് കാര്യം ചെയ്തായിരുന്നു. എന്താണ്? കച്ച എടുത്ത് കെട്ടി ദാസൻ്റെ വസ്ത്രം അണിഞ്ഞ് സെർവൻറ്റിൻ്റെ അരക്കെട്ട് കെട്ടിയിട്ട് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി. എന്നിട്ട് കർത്താവ് ഉടമ്പടിക്ക് മുമ്പ് ഒരു കാര്യം പറഞ്ഞു. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ദാറ്റ്സ് കറക്റ്റ്. അത് കർത്താവ് ആദ്യം സ്ഥിരീകരിച്ച് സ്ഥാപിച്ചു. എന്താണ്? അത് ശരി തന്നെ. പിന്നെന്താ പറയണത്? ദൈവത്തെ സംബന്ധിക്കുന്ന ആദ്യ കാര്യങ്ങൾ പറഞ്ഞു. കർത്താവാണ്, ഞാൻ നിങ്ങളുടെ കർത്താവാണ്. നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു എന്ന് പറഞ്ഞില്ലേ? അതാണിത്. നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു എന്നല്ലേ മോശത്തിനോട് പറഞ്ഞത്, ജനങ്ങളോട് പറഞ്ഞത്. അതാണ് ഉടമ്പടിക്ക് മുമ്പ്. ഉടമ്പടിക്ക് മുമ്പ് എന്താണ് സിനായ് മലമുകളിൽ വെച്ച് മോസസിനോട് ദൈവം പറഞ്ഞത്? ഐ വിൽ കം വിത്ത് യു, ഞാൻ നിന്റെ കൂടെ വരും. ജെറിക്കോ ഞാൻ പൊടിക്കാം, നിന്നെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. ജോർദാൻ ഞാൻ പറ്റിക്കും. പക്ഷെ വൺ കണ്ടീഷൻ. എന്താണ്? നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാൻ അല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. വീണ്ടും ഉടമ്പടി വരികയാണ്. ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്. അന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ദിവ്യകുർബാനയായി. പക്ഷെ വൺ കണ്ടീഷൻ. എന്താണ്? നിന്റെ കർത്താവ് ദൈവം. നിങ്ങൾ എന്നെ കർത്താവെന്നും ഗുരുവെന്ന് വിളിക്കുന്നു. ദാറ്റ് ഇസ് കറക്റ്റ്. അത് ശരി തന്നെയാണ്. നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. അതല്ലേ പൗലോസ് പറയണത്? യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചോട് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ രക്ഷ പ്രാപിക്കും, കർത്താവിനെ പ്രാപിക്കും. കൈ അടിച്ച് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 13:14 13 അധ്യായം 13 വാക്യവും 14 വാക്യവും എന്നാ ഉടമ്പടിക്കുള്ള നിബന്ധനയാണ്. ഉടമ്പടി നമുക്ക് നൽകുന്ന വാഗ്ദാനം എന്താണ്? 14:18 ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. യോഹന്നാൻ 14:18 ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. മത്തായി 28:20 ലോകത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളോടുണ്ടായിരിക്കും. അതിനുവേണ്ടി ദിവ്യകുർബാന സ്ഥാപിക്കുമ്പോൾ ഉടമ്പടിയുടെ ആത്യന്തികമായ വാഗ്ദാനം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ആദ്യമേ പറഞ്ഞത്, നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, മറ്റൊരു ദൈവം നിനക്കുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴിവിടെ പറയണത്. എന്താ? നിങ്ങളെന്നെ കർത്താവെന്നും ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. യോഹന്നാൻ 13:13 ദാറ്റ് ഈസ് കറക്റ്റ്. അത് ശരിയാണെന്ന്. ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് 10:9 യേശു കർത്താവാണ്. എന്ത് രോഗം വന്നാലും, എയ്ഡ്സ് വന്നാലും, എബിയോള വന്നാലും, വി വിൽ പ്രൊക്ലെയിം ദാറ്റ് ജീസസ് ഈസ് ദ ലോർഡ്. നമ്മൾ പറയും യേശുവാണ് കർത്താവെന്ന്. എബിയോള അല്ല, എയ്ഡ്സ് അല്ല, മഞ്ഞപ്പിത്തമല്ല, എബിഎസ് അല്ല. പിന്നെന്താണ്? യേശുവാണ് കർത്താവ്. പറഞ്ഞേ, യേശുവാണ് കർത്താവ്. പറമക്കളെ, യേശുവാണ് കർത്താവ്. യേശുവാണ് കർത്താവ്. യേശുവാണ് കർത്താവ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചുണ്ടായിരിക്കട്ടെ. ദിവ്യകുർബാനയാകുന്ന മഹാ ഉടമ്പടിയുടെ അടിസ്ഥാനമായ നിബന്ധന എന്താണ്? രണ്ടാമത്തെ
രണ്ടാമത്തെ നിബന്ധന എന്താണ്? നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം. അപ്പോൾ ഉടമ്പടിയുടെ മെയിൻ കാര്യങ്ങളൊന്ന് മനുഷ്യന്മാർ പരസ്പരമുള്ള കാര്യങ്ങളാണ്, അല്ലേ? ഇപ്പം ആ അമ്മ ചേച്ചിയുടെ മോളുടെ കാര്യം കണ്ടില്ലേ? ചില കാര്യങ്ങൾ അമ്മായിയപ്പനോട് ചില മരുമക്കൾ ചോദിക്കും, അപ്പാ ഒക്കെ കണ്ണു കാണാൻ പാടില്ല, ഇതിപ്പോൾ ഒരു ചോരക്കുഞ്ഞല്ലേ, എനിക്ക് നാണമുണ്ടാ ഈ കുഞ്ഞിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് പുകവലിക്കാൻ, അങ്ങനെ ചോദിക്കണ മരുമക്കളും ഉണ്ട്. ഒരു വിഷയമാണ്. വേണമെങ്കിൽ നിനക്ക് നിൻ്റെ സ്വഭാവം അനുസരിച്ച് ശാഠ്യത്തോടു കൂടിയും അപ്പനെ മുറിപ്പെടുത്തിയും സംസാരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് ദൈവികമായ ആ വിഷയം പരിഹരിക്കാം. എങ്ങനെയാണ്? ഈശോനോട് പറഞ്ഞിട്ട് പരിഹരിക്കാം. ഈശോനോട് പറയുമ്പോൾ പരിഹരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഓപ്പറേഷൻ്റെ പാട് പോലും കാണത്തില്ല, അല്ലെങ്കിൽ ആ മുറിവ് അങ്ങനെ തന്നെ കിടക്കും, ഇല്ലേ? ഉടമ്പടി നിന്നെ ജീവിത പ്രശ്നങ്ങളെ ഈശോയുടെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ പരിഹരിക്കാനുള്ള ദൈവികമായ പദ്ധതിയുടെ പേരാണ് ഉടമ്പടി. ജീവിത പ്രശ്നങ്ങളെ ഈശോയുടെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തിൽ പരിഹരിക്കാനുള്ള ജീവിതക്രമമാണ് നമ്മൾ നോക്കുന്നത്. എന്താ കാര്യം? അങ്ങനെ നോക്കിയാൽ അതിൽ നിത്യജീവൻ വരെ ഉൾപ്പെട്ടിട്ടുണ്ടാകും. അപ്പം നിങ്ങൾ പ്രതികാരം ചെയ്യരുത് എന്നെന്താ പറയണത്? ഞാൻ പ്രതികാരം ചെയ്തോളാം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പ്രതികാരം ചെയ്താൽ നമ്മുടെ ആത്മാവ് കൃപ നഷ്ടപ്പെട്ടു പോകും. കൃപ നഷ്ടപ്പെട്ടു പോയാൽ കുരിശ് വ്യർത്ഥമാകും. യേശുക്രിസ്തുവിൻ്റെ കുരിശിനെ നീ നിൻ്റെ സാധാരണ മനുഷ്യരോട് ദാഠ്യം കാണി ജയിച്ച് വ്യർത്ഥമാക്കരുതെന്നാണ് കർത്താവിൻ്റെ വചനം നമുക്ക് നൽകുന്ന സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ. മനസ്സിലായില്ലേ? നീ പ്രതികാരം ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ എന്താ? നീ പ്രതികാരം ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ ആത്മാവ് അയോഗ്യമാവും, കറയുള്ളതാകും. കാര്യം എന്താ? പ്രതികാരം എന്ന് പറയുമ്പോൾ സ്നേഹരാഹിത്യം ഉണ്ടാവും. സ്നേഹരാഹിത്യം, ആത്മാവിന് സ്നേഹരാഹിത്യം കുറയുന്ന അനുസരിച്ച് ചില ആൾക്കാർ പറയില്ലേ, അച്ഛാ എൻ്റെ ബ്ലഡിന് എന്തോ കൗണ്ട് കുറയുന്നെന്ന് ഡോക്ടർ പറയുന്നെന്ന് പറയും. ബ്ലഡിന് കൗണ്ട് കുറയുന്ന പോലെ ആത്മാവിന് സ്നേഹം കുറഞ്ഞാൽ കൃപ കുറഞ്ഞു വരും. അതുകൊണ്ട് അങ്ങനെ നീ ചെയ്യരുത്. ഞാൻ തന്നെ അത് കൈകാര്യം ചെയ്തോളാം, അത് എന്നെ ഏൽപ്പിക്കാൻ പറയും. എന്നെ ഏൽപ്പിക്കാൻ പറയും. ഏൽപ്പിക്കാൻ പറയുമ്പോൾ നമ്മുടെ സങ്കടവും വേദനയും നാട്ടുകാരും നമുക്ക് തരുന്ന ഭാരവും മാത്രം പറയില്ല, നിൻ്റെ ഉത്കണ്ഠകളും കർത്താവിനെ ഏൽപ്പിക്കാൻ പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ പേരാണ് വിശുദ്ധ ഗ്രന്ഥം. എന്താ? നിങ്ങളുടെ ഉത്കണ്ഠകളെ കർത്താവിനെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. പക്ഷെ ഒരു പ്രശ്നമുള്ളത് മക്കളെ, ഈ ഉത്കണ്ഠ എന്ന് പറയണില്ലേ, ഇപ്പം നിങ്ങൾക്ക് ജോലിയില്ല. ഇപ്പം ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ ജോലി കിട്ടുന്നവരെ നിനക്കുള്ളത് എന്താണ്? ആദിയാണ് ഉണ്ടാകേണ്ടത്, ഇല്ലേ? ഈ ആദി ജോലി കിട്ടുന്നവരെ ആദി പിടിച്ചാണ് പല ആൾക്കാരും ജീവിക്കണത്. പക്ഷെ അത് ക്രിസ്ത്യനല്ല. മനസ്സിലായല്ലേ? ഇപ്പം നീ ജോലി ചോദിക്കുന്നു, നീ ജോലി കിട്ടണില്ല, നിനക്ക് ഇപ്പോഴും കിട്ടുമോ? എപ്പോൾ കിട്ടാനായിരിക്കും? ജോലി കിട്ടിയിട്ട് പെണ്ണ് കെട്ടാൻ പറ്റുമോ? അത് ചെറുക്കനെ കെട്ടാൻ പറ്റുമോ? ഇങ്ങനെ ഇതും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എവിടെയോ ഒരു ഹീലിങ്ങിൻ്റെ കുറവുണ്ട്. കാര്യം എന്താ? ഫെയ്ത്ത് ഇല്ല. ഫെയ്ത്ത് ഉണ്ടെങ്കിലും ചില കാര്യങ്ങൾക്ക് കാര്യങ്ങൾ നീണ്ടു വരികയാണെങ്കിൽ, ഇപ്പോൾ ഉടമ്പടി 40 വയസ്സ് 46 വയസ്സുള്ള ആൾക്കാരെ കല്യാണം നടക്കുന്നുണ്ട്. ഉടമ്പടിയിൽ 22 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകുന്നുണ്ട്. പക്ഷേ ഉള്ള പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചില കാര്യങ്ങൾ ലാഗ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ വിശ്വാസം മാത്രം പോരാ, പിന്നെ എന്ത് വേണം? പ്രത്യാശ വേണം. എൻ്റെ മക്കളെ, എന്തെങ്കിലും ഉടമ്പടിയിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, ഇപ്പം നിൻ്റെ ഇമിഗ്രേഷൻ ആകാം, അല്ലെങ്കിൽ നിൻ്റെ വിസ പ്രോസസ്സിങ് ആകാം, ചിലപ്പോൾ വിസ റിജക്റ്റ് ചെയ്ത വിഷയമാകാം, ചിലപ്പോൾ സ്ഥലം വിൽക്കുന്ന കാര്യമാകാം, സ്ഥലം വിൽക്കാൻ താമസിക്കുന്ന കാര്യമാകാം. കാര്യം നീ ഒരു വീട് വെക്കാൻ തുടങ്ങുകയും ചെയ്തു, നിൻ്റെ സ്ഥലം വിറ്റ് മാറ്റിയിട്ട് പഴയ വീട്, കൊള്ളാത്ത വീട്, വഴിയില്ലാത്ത വീട് വിറ്റ് മാറ്റിയിട്ട് നീ പുതിയ വീട്, ചെറിയ സ്ഥലമാണെങ്കിൽ അവിടെ വെക്കാനാണ് നിൻ്റെ പദ്ധതി. നിൻ്റെ പദ്ധതി ശരിയാണ്, അതിനാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത്.
പക്ഷേ നിൻ്റെ ഉള്ള കയ്യിലെ കാശ് കൊണ്ട് നീ ചെറിയ വീട് വെക്കാൻ തുടങ്ങി. പക്ഷേ അതൊട്ട് വിറ്റ് മാറണമില്ല. അപ്പം മേസരി, ആശാരി, എഞ്ചിനീയർ വന്നിട്ട് എന്തായാലും തുടങ്ങണില്ലേ, ചെയ്യണില്ലേ, തീർക്കണേ മറ്റു സംഭവം വിറ്റുമാറണ്ടേ, അതാരും വരണില്ലെന്ന് പറയും. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ആ പഴയ വീട് വിറ്റ് മാറിയാലേ നിനക്ക് ആ കാശ് കൊണ്ട് പുതിയ വീട് വെക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ആ വീട് വിറ്റ് മാറുന്നില്ലെങ്കിൽ, അതിന് സമയമെടുക്കുന്നുണ്ടെങ്കിൽ, വാട്ട് യു മസ്റ്റ് നീഡ്, നിനക്ക് എന്താ ആവശ്യമുള്ളത്? വിശ്വാസമല്ല, പിന്നെ എന്താണ്? പ്രത്യാശയാണ്. പ്രത്യാശ ആണ്. ആ പ്രത്യാശ ഇപ്പം താമസിക്കുന്ന വിഷയത്തിലൂടെയാണ് ഒരു വിഷയം നീ വ്യക്തി കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഒരു വിഷയം താമസിക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് ഉടനെ എമർജൻസി ആയിട്ട് വേണ്ടത് എന്താണ്? പ്രത്യാശയാണ്. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണ്? സർവൈവ്ഡ് ഫെയ്ത്താൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിജീവിച്ച വിശ്വാസമാണ്. ദൈവവേദനെ നിൻ്റെ വീട് വെച്ചോ അതിൻ്റെ അകത്ത് നീ AC ചെയ്തോ ഒന്നും അല്ല ദൈവം നോക്കേണ്ടത്. ഈ തന്നിരിക്കുന്ന പ്രോജക്റ്റ് വെച്ചുകൊണ്ട് ദൈവിക പുണ്യങ്ങൾ നിൻ്റെ ആത്മാവ് ആർജിച്ചോ എന്നാണ് ദൈവം നോക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ കണ്ണിലൂടെയാണ് ജീവിതത്തെ കാണാൻ വേണ്ടി നമ്മൾ ബോധപൂർവമായിട്ട് ഒരു ശ്രമം വേണം. കാരണം ദൈവം എന്ത് ഇപ്പം ഒരു കാര്യം ചോദിക്കട്ടെ, 18:8 എങ്കിലും ലൂക്കായുടെ സുവിശേഷം 18:8 എന്നാ പറയണത്? എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം അവശേഷിച്ചിട്ടുണ്ടാകുമോ? അതാണ് ചോദ്യം. പരീക്ഷകളെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും എന്തവശേഷിക്കണമെന്നാണ് ദൈവം പറയണത്? വിശ്വാസം അവശേഷിക്കണം. അപ്പം പരീക്ഷകൾ കഴിഞ്ഞ്, ചില പരീക്ഷകൾ ഉണ്ടാകും, ആ പരീക്ഷ കഴിഞ്ഞതിന് ശേഷവും ചില ആൾക്കാർ ആ പരീക്ഷയോട് കൂടി വിശ്വാസം കരിഞ്ഞു പോകും. ഇപ്പോൾ ഒരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് വന്നില്ലേ, എന്നാ വന്നത്? ഒരു പള്ളി കത്തിപ്പോയി ഇങ്ങനെ സക്രാരി കത്തിയില്ല, കുരിശുരൂപവും കത്തിയില്ല. അതാണ് ഫേസ്ബുക്കിലെ പോസ്റ്റ്. അപ്പോഴേ വലിയ കത്ത് പിടിച്ചാലും സക്രാരി അവശേഷിക്കുന്നു, ദൈവസന്നിധാനം അവശേഷിക്കുന്നു, വിശ്വാസം അവശേഷിക്കുന്നു, പ്രത്യാശ അവശേഷിക്കുന്നു. എന്താണ് അവശേഷിക്കുന്നത്? ദൈവം നിങ്ങളോട് ചോദിക്കുന്ന കാറ്റഗോറിക്കൽ ക്വസ്റ്റ്യനാണ്. വാട്ട് പെർസിസ്റ്റ്? എന്താണ് അവശേഷിക്കുന്നത്? വിശ്വാസം മാത്രമല്ല, ഹോപ്പ് ആൻഡ് ചാരിറ്റി, ഇതെല്ലാം അവശേഷിക്കേണ്ടതാണ്. ഒരു ദൈവമൈതലാണ് നീയെങ്കിൽ നിന്റെ ഒരു അഗ്നിപരീക്ഷ കഴിയുമ്പോൾ, യോഹന്നാൻ 1 പത്രോസ് 1:7 അനുസരിച്ച് കൊണ്ട് അഗ്നിപരീക്ഷ ഉണ്ടാകുമല്ലോ. അഗ്നിപരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം, അഗ്നിശോധനയെ അതിജീവിക്കുന്ന വിശ്വാസം, അഗ്നിശോധനയെ അതിജീവിക്കുന്ന സ്വർണം, അഗ്നിപരീക്ഷകൾ അതിജീവിച്ച വിശ്വാസം തമ്മിൽ ഒരുമിച്ചാണ് പത്രോസ് പറയണത്. അഗ്നിശോധനയെ അതിജീവിച്ച സ്വർണത്തേക്കാൾ വിലയുള്ളതാണ് അഗ്നിപരീക്ഷകളെ അതിജീവിച്ച നിന്റെ വിശ്വാസം. ഇപ്പോൾ 1 പത്രോസ് 1:7 അതിജീവിച്ച വിശ്വാസം എന്ന് പറയും. ലൂക്ക 18:8 അവശേഷിക്കുന്ന വിശ്വാസം എന്ന് പറയും. ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കാഷ്വാലിറ്റി ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫെയ്ത്ത് മസ്റ്റ് പെർസിസ്റ്റ്, വിശ്വാസം അവശേഷിക്കണം. അവശേഷിക്കുന്ന വിശ്വാസത്തിൻ്റെ പേരാണ് ഹോപ്പ്. എന്താണ്? പ്രത്യാശ. അതാണ് റോമ 5:5 പറയണത്. കഷ്ടത സഹനശീലം പ്രത്യാശയും നൽകുന്നു. പ്രത്യാശ നമ്മളെ ദാറ്റ് ഈസ് മൈ പോയിന്റ്. അതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. പക്ഷേ എനിക്ക് പറയാൻ അറിയാൻ പാടില്ല കൊണ്ട് ഞാൻ ആത്മാവിൻ്റെ മുമ്പിൽ അടിയറവ് വന്നപ്പോഴാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. ആത്മാവ് പറയുകയാണ്, എന്താണ് പ്രത്യാശ? പ്രത്യാശ എന്ന് പറയണത്, ഒരു കാര്യം താമസിക്കുന്നുണ്ടെങ്കിലും യു ഡോണ്ട് ഫീൽ ഡിസ്പയർ, നിനക്ക് നിരാശ തോന്നണില്ല. നിൻ്റെ സ്ഥലം വിൽക്കാൻ താമസിച്ചെന്ന് വിചാരിച്ചോ? നിൻ്റെ കുഞ്ഞുണ്ടാകാൻ താമസിക്കുമെന്ന് വിചാരിച്ചോ? നിൻ്റെ വീട് വെക്കാൻ താമസിച്ചെന്ന് വിചാരിച്ചോ? നിൻ്റെ മൊഡ്യൂൾസ് കിട്ടാൻ താമസിച്ചെന്ന് വിചാരിച്ചോ? ബട്ട് യു ഡോണ്ട് ഫീൽ ഡിസ്പയർ. എന്താ? നിനക്കതൊരു നിരാശ തോന്നണില്ല. ദാറ്റ് മീൻസ് നിനക്ക് ശരണമെന്ന പുണ്യം കിട്ടിയിരിക്കുന്നു. നിൻ്റെ ആത്മാവ് മുമ്പത്തേക്കാൾ ക്വാളിറ്റേറ്റീവായി,
ഫെയ്ത്ത് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴെന്ത് പറ്റി? മൊഡ്യൂൾസിന് ഒരു 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 വിഷയം പോയിട്ടും സ്റ്റിൽ ദർ ഇസ് ഹോപ്പ്, അല്ലേ? ആഴ്ചയ്ക്ക് നിൻ്റെ റിട്ടേൺ പോയിട്ടും ഇപ്പോഴും നിൻ്റെ മനസ്സിന് നിരാശയില്ല. നിരാശ ഉണ്ടാവരുത്. അപ്പോഴെന്താണ്? പ്രത്യാശ അവശേഷിക്കുന്നു. കർത്താവിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഒരു വിശ്വാസിക്ക് നട്ടലോടുകൂടി മറുപടി വിടാൻ കഴിഞ്ഞാൽ അവൻ ദൈവത്തിൻ്റെ പൈതലാകും. ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്നവരാണ്. റോമ 8:14 ദൈവത്തിൻ്റെ മക്കളെ അടിച്ച് കർത്താവിനെ ചൊല്ലുക. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെ ഉയർത്തിയ എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോപ്പയ്ക്കും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് സിൽജ. വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിൽ നിന്നും വരുന്നു. സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ആടിക്കൊല്ലി ഇടവകാംഗമാണ്. 2022 നവംബർ 12 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഈ പുണ്യഭൂമിയിൽ കാലുകുത്തുമ്പോൾ എൻ്റെ അന്നത്തെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയായിരുന്നു ജീവിതത്തിൽ. കറുത്ത കൊറോണയുടെ പ്രതിസന്ധി. അതായത് ഞാനിവിടെ വരുന്നതിന് കൃത്യം 2 വർഷങ്ങൾക്ക് മുമ്പ് 13 വർഷമായിട്ട് ഞങ്ങൾ ജീവിച്ചിരുന്ന തറവാട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോരേണ്ട ഒരവസ്ഥ. ആ സമയത്ത് കൊറോണയുടെ പ്രതിസന്ധി, ഇലക്ട്രീഷ്യനായ ഭർത്താവിന് വരുമാനം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ആ സമയത്ത് വർക്കുകൾ കുറവ്. അങ്ങനെയുള്ള സമയത്ത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരേണ്ട വന്നപ്പം ഞങ്ങൾ ഒരുപാട് വേദനിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഓഹരിയായിട്ട് സ്ഥലം തന്നിരുന്നു. ആ സ്ഥലത്തിൻ്റെ പട്ടയം ബാങ്കിലായിരുന്നു. ആ ഇരിക്കുന്ന പട്ടയം 1 രൂപ പോലും തിരിച്ചടയ്ക്കാൻ യാതൊരു കൊറോണ കാലത്ത് ഒരടവ് പോലും അടച്ചിട്ടില്ല. അത് ജപ്തിയുടെ വക്കിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു വീടില്ല, 3 കുഞ്ഞുങ്ങൾ. അങ്ങനെയുള്ള അവസ്ഥയിൽ ഞങ്ങൾ ഒരു ചെറിയ വീട് പലരുടെയും സഹായത്താലും കടം മേടിച്ചും പലിശയ്ക്ക് കടം മേടിച്ചൊക്കെ ഒരു ചെറിയ വീടെന്ന് പറയുമ്പം ഷെഡെന്നൊക്കെ പറയാം. അങ്ങനെ ഒരു വീട് ഞങ്ങൾ തട്ടിക്കൂട്ടുകയും 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങളവിടെ ജീവിക്കുകയും ചെയ്തു. ഈ 2020 തൊട്ട് 2022 വരെ ഈ അമ്മയുടെ തിരുസന്നിധിയിൽ കാല് കുത്തുന്നത് വരെ ഞങ്ങളുടെ ജീവിതത്തിന് യാതൊരു മാറ്റവുമില്ല. ഒരു മാറ്റവുമില്ലാതെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചും അവിടുത്തെ കടം വീട്ടും ഇവിടുത്തെ കടം വീട്ടും അങ്ങനെ കടത്തിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ സോഷ്യൽ മീഡിയ വഴി അമ്മയൊക്കെ കുറിച്ച് കേൾക്കുന്നതും ഇവിടെ വരുന്നതും. അമ്മയുടെ സന്നിധിയിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത ആദ്യത്തെ തവണ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് അവരോടൊക്കെ ഭയങ്കര വിദ്വേഷവും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ കാരണമായവരോട്. അവരോടൊക്കെ എനിക്ക് ക്ഷമിക്കാൻ പറ്റി. അവരോട് ഞാൻ നല്ല സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി. അതാണ് എനിക്ക് ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയത്. അതിനുശേഷം ഞാൻ മാർച്ച് 11 ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ വന്നപ്പോൾ ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് മാതാവിൻ്റെ ശക്തമായ സുഗന്ധാഭിഷേകം ലഭിച്ചു. അപ്പം ഞാൻ ഒരു പക്ഷേ ഇവിടെ ഉണ്ടാകുന്നതായിരിക്കും അങ്ങനെ. അന്നേരം അടുത്തിരുന്നവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും സുഗന്ധാഭിഷേകം ലഭിക്കുന്നുണ്ടോ? അന്നേരം അവർ പറഞ്ഞു, എനിക്ക് കിട്ടിയില്ല എന്നാണ് എൻ്റെ അടുത്തിരുന്നവർ പറഞ്ഞത്. അതോടെ എനിക്ക് മാത്രം നമ്മ എന്തൊക്കെയോ തരാൻ പോകുന്നുവെന്ന് എനിക്ക് സന്തോഷമായി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നു. അമ്മ എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരടയാളം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും 10 മിനിറ്റ് സമയത്തിനുള്ളിൽ ഒരു തിരി ഉരുക്കി തിരികെയും ആ തിരി ഉരുക്കി വീണത് ഒരു മാതാവ് ഈശോയിനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രൂപമായിട്ട് എൻ്റെ മുന്നിൽ കാണപ്പെടുകയും ചെയ്തു. അവിടെ എനിക്ക് അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ബോധ്യമായി. അതിനുശേഷം ജൂൺ 23 ഞങ്ങളുടെ പട്ടയം ബാങ്കിൽ നിന്ന് എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഇല്ലെങ്കിൽ പിറ്റേ ദിവസം ഞങ്ങൾക്ക് ജപ്തി വരും. ജപ്തിയുടെ നോട്ടീസ് വീട്ടിലെത്തും. ജൂൺ 19 അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് പട്ടയം തിരിച്ചെടുക്കാൻ പറ്റുന്നു. അതിനുശേഷം ഞാൻ ജൂൺ 19 പട്ടയം തിരിച്ചെടുത്ത് ജൂൺ 29 ഞാൻ വീണ്ടും ഇവിടെ ഉടമ്പടി പുതുക്കാൻ വരുന്നു. പട്ടയം ഞങ്ങൾക്ക് കിട്ടി, സ്ഥലമുണ്ട്. എങ്കിലും ഞങ്ങൾക്ക് ആ സ്ഥലത്തേക്ക് ഒരു വഴിയുണ്ടെങ്കിൽ എനിക്കൊരു ലോൺ എടുത്ത് ആ സമയത്ത് എനിക്കൊരാഗ്രഹം വന്നു, ഇസ്രയേലിൽ കെയർ ഗിവറായി ജോലി നോക്കാൻ പോയാലോ. അങ്ങനെ മാത്രമേ കടം വീട്ടാൻ ഞങ്ങൾക്ക് വേറെ ഒരു നിർവാഹവുമില്ല. അങ്ങനെയാണ് ഞാനിവിടെ വരുന്നതും. ആ പട്ടയം മാതാവിനെ കാണിക്കണമെന്ന് വിചാരിച്ച് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പം എനിക്ക് അവിടെ സംസാരിച്ചപ്പോൾ എനിക്ക് അച്ഛനെ കാണാനൊരവസരം കിട്ടുകയും ചെയ്തു. അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ എനിക്ക് ലഭിച്ചു. അച്ഛനോട് വഴിയില്ലാത്തതിനെപ്പറ്റിയും ലോൺ എടുക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചെറുതായിട്ട് സൂചിപ്പിച്ചു.
അച്ഛൻ എനിക്കൊരു കാശ് രൂപം തന്നു. ഇത് നീ നിനക്ക് വഴി വേണ്ട സ്ഥലത്ത് ഇത് കുഴിച്ചിട്ട് 7 വിശ്വാസ പ്രമാണം ചെല്ലണം എന്ന് അച്ഛൻ പറഞ്ഞത്. ഞാൻ അതുപോലെ ചെയ്തു. അതുവരെ വഴി തരാതെ വിസമ്മതിച്ചവർ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വഴി തന്നു. വഴി തന്നതിന് പുറകെ ബാങ്കിൽ പോയി ലോണിന് അപേക്ഷിച്ചു. ആദ്യം ഒരു ബാങ്കിൽ പോയി, അവിടെ എൻ്റെ ഹസ്ബൻഡാണ് പോയത്, ഞാൻ പോയില്ല കൂടെ. അന്നേരം അവർ കുറച്ച് ദിവസം ഞങ്ങളെ ഇട്ടിട്ട് പറ്റിച്ചു, നമുക്ക് തരാം തരില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസം പറ്റിച്ചു. അത് കഴിഞ്ഞ് വേറൊരു ബാങ്കിൽ ഞങ്ങൾ പോയി, ആ കൂടെ ഞാനും പോയി. ആരും കാണാതെ ഞാൻ അവിടെ ഈ മാതാവിൻ്റെ ഉപ്പ് ഞാൻ അവിടെ ഇട്ടു. അവിടുത്തെ മാനേജറോട് സംസാരിച്ചു. മാനേജർ ലോൺ തരാമെന്ന് പറഞ്ഞു. നവംബർ 23 അപേക്ഷിച്ച ലോണിന് നവംബർ 31 ഞങ്ങളുടെ കയ്യിൽ പൈസ കിട്ടി. വെറും 8 ദിവസം കൊണ്ട് ആ ലോൺ പാസ്സായി. അത് 8 ലക്ഷം രൂപയുള്ളായിരുന്നു. ഇസ്രായേലിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 18 ലക്ഷം രൂപയോളം വേണം. ബാക്കി പൈസ ഞാൻ 23 വർഷം മുന്നേ എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കളോടൊക്കെ ജസ്റ്റ് ഇത് ഷെയർ ചെയ്തപ്പോൾ അവർക്ക് ഇങ്ങോട്ട് പറയുക, നിനക്ക് ഞങ്ങൾ തരാടി പൈസ, നീ പോയി രക്ഷപ്പെട്, നിൻ്റെ അവസ്ഥ ഇതല്ലേ. എൻ്റെ കൂട്ടുകാരികൾ അതുപോലെ എൻ്റെ അയൽവക്കത്തുള്ളവർ അങ്ങനെ എല്ലാവരും എനിക്ക് തന്ന്. ആ 18 അത് മാതാവിൻ്റെ അമ്മയുടെ കൃപ മാത്രമാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ 2 ലക്ഷം ഒരു ചെറിയ ഒരു തുക കൊടുത്ത് ഞങ്ങളുടെ ജപ്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത ഞങ്ങൾക്ക് ഈ 18 ലക്ഷം രൂപ ഉണ്ടാക്കാൻ എങ്ങനെ കഴിയാനാ? അങ്ങനെയുള്ളിടത്ത് നിന്ന് മാതാവ് ഈ 18 ലക്ഷം രൂപ തന്ന് എന്നെ ഇന്ന് ഇസ്രായേലിൽ എത്തിച്ചു. ഞാനിപ്പോൾ 1.5 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ കടബാധ്യതകളെല്ലാം നീങ്ങി ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നു. ഇനി ഞങ്ങൾക്കൊരു വീട് വെക്കണം. അതിനുവേണ്ടി ഞാനിവിടുന്ന് പോകുമ്പോൾ എനിക്ക് എന്നും രാവിലെ തുമ്മലായിരിക്കും. രാവിലെ എണീറ്റാൽ തുമ്മൽ. സിട്രസിനും കഴിക്കാതെ ഒറ്റ രാത്രി പോലെ എനിക്ക് ഉറങ്ങാൻ കഴിയില്ലായിരുന്നു. ഞാൻ ഇസ്രായേലിൽ പോയപ്പം ഒരു കെട്ട് സിട്രസിനുമായിട്ടാണ് പോയത്. പക്ഷേ മാതാവിൻ്റെ അടുത്ത് ഞാൻ നിയോഗം വെച്ചിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ആ സിട്രസൻ ഒരെണ്ണം പോലും എനിക്ക് കഴിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എൻ്റെ അലർജി മാതാവ് പൂർണ്ണമായും എടുത്തു മാറ്റി. പിന്നെ ഞങ്ങൾക്ക് ഒരു വണ്ടി, ഞങ്ങൾക്കൊരു വിദൂര സ്വപ്നത്തെ പോലും ഞാൻ കണ്ടിരുന്നില്ല ഒരു വണ്ടി വാങ്ങണമെന്നൊന്നും. മാതാവ് ഞങ്ങൾ ആഗ്രഹിച്ച പോലെ നല്ലൊരു വണ്ടി തന്നു. കഴിഞ്ഞ മാസം ഞാൻ ആ വണ്ടിയായിട്ടാണ് ആദ്യമായിട്ട് ഞങ്ങൾ ആ വണ്ടിയിൽ യാത്ര ചെയ്തത് കൃപാസനത്തിലേക്കാണ്. അന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റില്ലാണ്ട് തിരിച്ചു പറ്റിയില്ല. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇന്ന് സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വന്നത്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ പത്രം ബസ് സ്റ്റാൻഡിൽ ഹോസ്പിറ്റലുകളിൽ അങ്ങനെയൊക്കെ പോയി കൊടുക്കുക. അത് കൊടുക്കുന്നതിന് മുൻപ് ഞാൻ ഒന്നിച്ച് വീട്ടിലിരുന്ന് വിശ്വാസ പ്രമാണം ചൊല്ലാറുണ്ട്. ഓരോ വ്യക്തികൾ ഞാൻ ഈ പത്രം ആർക്കൊക്കെ കൊടുക്കുമോ അവരെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ച് ഓരോ വിശ്വാസ പ്രമാണം ചൊല്ലിയ ശേഷമാണ് ഞാൻ പത്രം കൊടുക്കുക. അങ്ങനെയാണ് അത്. പിന്നെ സാമ്പത്തിക സഹായം എന്നാൽ കഴിയുന്ന വിധം ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ നവംബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഡിസംബർ മാസം മുതൽ ഞാൻ അവിടെ അടുത്തുള്ള ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ 1 വർഷത്തോളം വർക്ക് ചെയ്യാറുണ്ടായിരുന്നു, സേവനം ചെയ്യാറുണ്ടായിരുന്നു. അവിടെയുള്ള അപ്പച്ചന്മാരെയൊക്കെ വീടുകളിൽ പോയി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ടായിരുന്നു. അതാണ് കാരുണ്യ പ്രവൃത്തികൾ. പിന്നെ എൻ്റെ ആത്മീയ വഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുമ്പസാരിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് ഞാൻ ഒരിക്കൽ പോലും കുമ്പസാരിക്കില്ലായിരുന്നു. ഓൺലി ക്രിസ്മസ്, ഈസ്റ്റർ അങ്ങനെയൊക്കെ വരുമ്പോൾ വേറെ അച്ഛന്മാർ പുറത്തുനിന്നൊക്കെ വരുമ്പം അവരുടെ അടുത്ത് മാത്രം പോയി കുമ്പസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പിന്നെ ഞാൻ ഉടമ്പെടുത്ത ശേഷം ഞാൻ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ തുടങ്ങി. പിന്നെ ആത്മീയമായിട്ട് ഒരുപാട് ഉയർച്ചകൾ എനിക്കുണ്ടായി. ഞാൻ അരമണിക്കൂർ ദിവസവും ബൈബിൾ വായിക്കാൻ സമയം കണ്ടെത്താറുണ്ട്. വിശുദ്ധ കുർബാന നാട്ടിലായിരുന്നപ്പോൾ ഞാൻ ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കാറില്ലായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് സാധിക്കുന്നില്ല. ഇവിടുന്ന് ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കുന്നില്ലായിരുന്നു. എൻ്റെ ജീവിതാവസാനം വരെ എൻ്റെ അമ്മയുടെ ഉടമ്പടിയിൽ തന്നെ നിലനിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇതൊക്കെയാണ് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ. കൃപാസന മാതാവിനും ദേവകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഡിന റോസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 നവംബർ 20 ഞാൻ എൻ്റെ ഉടമ്പടിയിൽ 6 നിയോഗങ്ങൾ വെച്ചു. 6 നിയോഗങ്ങളും എൻ്റെ മാതാവ് എനിക്ക് നടത്തി തന്നു. 2021 ഞാൻ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുന്നത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വിദേശത്തായിരുന്നു. അവിടെ ഒരു അധ്യാപികയായിട്ടാണ് ജോലി ചെയ്തത്. അപ്പോൾ 2021 നാട്ടിൽ വന്നപ്പോൾ ഇവിടെ സ്കൂളിൽ ജോലിക്ക് കയറണമെങ്കിൽ TTCയും BEd മാത്രം പോരാ, KTET എന്ന് പറഞ്ഞൊരു പരീക്ഷ കൂടിയുണ്ട്, കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്.
അപ്പോൾ ആ ടെസ്റ്റ് ഞാൻ അതിന് മുന്നേ 2 പ്രാവശ്യം എഴുതിയിരുന്നു, പക്ഷെ ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിദേശത്ത് നിന്ന് സ്ഥിരമായിട്ട് നാട്ടിലേക്ക് വന്നപ്പോൾ ഇനി എനിക്കൊരു ജോലി വേണമെങ്കിൽ ഈ പരീക്ഷ പാസ്സായേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈ പരീക്ഷ എനിക്ക് പാസ്സാവണം, എനിക്ക് നല്ല മാർക്ക് വേണം. 150-ൽ 90 മാർക്കാണ് വേണ്ടത് ജയിക്കാനായിട്ട്. മുന്നേ ഞാൻ പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് 88, 85 മാർക്കാണ് ലഭിച്ചത്. ഒരിക്കലും 90 മാർക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്തിരുന്നില്ല, കൊറോണയുടെ സമയമാണ്. ഞാൻ പോയി, എനിക്ക് ഇവിടുത്തെ കൃപാസനത്തിലെ പത്രം കിട്ടി. പത്രത്തിലെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ എല്ലാം വായിച്ചു. ആ സാക്ഷ്യത്തിൽ എന്നെപ്പോലെ തന്നെ ഒരു അധ്യാപിക കേട്ടിട്ട് പരീക്ഷ എഴുതി 108 മാർക്ക് ലഭിച്ച സാക്ഷ്യം ഞാൻ വായിക്കാനിടയായി. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ആ ടീച്ചർക്ക് 108 മാർക്ക് കേട്ടിട്ട് പരീക്ഷയിൽ ലഭിച്ചു. 150-ൽ എനിക്കും മാതാവ് 108 മാർക്ക് തന്നെ തരണം. 90 മാർക്ക് മതി ജയിക്കാമെന്ന് എനിക്കറിയാം, പക്ഷെ മാതാവ് എനിക്ക് 108 മാർക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ വേറെ ആരോടും പറഞ്ഞില്ല, മാതാവിനോട് പ്രാർത്ഥിച്ചു, പഠിച്ചു, പരീക്ഷ എഴുതി. റിസൾട്ട് വന്നു. സാധാ പരീക്ഷയായിരുന്നു, അത്ര എളുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പാസ്സാവും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. മാതാവ് എന്നെ കൈവിടില്ല, 90 മാർക്ക് എന്തായാലും കിട്ടും എന്ന പ്രതീക്ഷ എനിക്കുണ്ട്. റിസൾട്ട് വന്നു. റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് 108 മാർക്ക് മാതാവ് തന്നു. കൃത്യം ആ ടീച്ചർക്ക് കിട്ടിയ ഈ കൃപാസനം പത്രത്തിൽ സാക്ഷ്യം പറഞ്ഞ അതേ മാർക്ക് തന്നെ മാതാവ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചു. അന്ന് ഞാൻ ആഗ്രഹിച്ചു, മാതാവ് എന്നെ കാണുന്നുണ്ട്, മാതാവ് എന്നെ തൊടുന്നുണ്ട്, മാതാവ് എന്നെ അറിയുന്നുണ്ട് എന്ന്. അതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. 2ാമത്തെ സാക്ഷ്യം, എനിക്കിനൊരു ജോലി വേണം. ഈ പരീക്ഷ പാസ്സായി, ഇനി സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്കൊരു ജോലി ഉണ്ടായാലാണ് കാര്യമുള്ളൂ. അപ്പോൾ ജോലിക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചു, പക്ഷെ എനിക്ക് ലഭിച്ചില്ല. ആ സമയത്താണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലവും വീടും കേരളയുടെ ഭാഗമായിട്ട് സ്ഥലവും വീടും നഷ്ടപ്പെടും എന്നുള്ളൊരു അവസ്ഥയിലെത്തി. അപ്പോൾ എനിക്ക് വീണ്ടും വിഷമമായി, മാതാവേ ഉള്ള സ്ഥലവും വീടും പോയി കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനായി. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ നിയോഗത്തിൽ ഞാൻ വെച്ചു, ഉടമ്പടിയിൽ വെച്ചു, പ്രാർത്ഥിച്ചു. കൃത്യമായിട്ട് പ്രാർത്ഥനകളൊക്കെ ഞാൻ ചൊല്ലി. പിന്നീട് എൻ്റെ 2ാമത്തെ പുതുക്കലായപ്പോഴേക്കും ആ കേരളിൻ്റെ റൂട്ട് ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് മാറ്റി വേറെ റൂട്ടാണ് തിരഞ്ഞെടുത്തത്. ഞങ്ങളുടെ സ്ഥലവും വീടും ഒന്നും നഷ്ടപ്പെട്ടില്ല, എല്ലാം തിരികെ ലഭിക്കുകയും ചെയ്തു. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. 3ാമത്തെ സാക്ഷ്യം, ഞാൻ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല, പല തടസ്സങ്ങൾ വന്നു. അങ്ങനെ എൻ്റെ 3ാമത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു എയ്ഡഡ് സ്കൂളിൽ ജോലി ലഭിച്ചു. എനിക്ക് പോയി വരാവുന്ന ദൂരമേ ഉള്ളൂ. അങ്ങനെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. 4ാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ ഈ സ്ഥലം കുടുംബസ്ഥലമാണ്, തീറൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തീറുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ നീണ്ടു പോകുന്നത് കൊണ്ട് തന്നെ തറവാട് വീടാണ്, വീട് പണിതിട്ടില്ല. അപ്പോൾ ഇത് പൊളിക്കണം. അപ്പോൾ അതിനു വേണ്ടിയും ഞാൻ നിയോഗത്തിൽ പ്രാർത്ഥിച്ചു, മാതാവ് എത്രയും പെട്ടെന്ന് തടസ്സങ്ങളൊക്കെ നീക്കി എൻ്റെ വീടിൻ്റെ കുടുംബസ്ഥലം തീര് കൃത്യമായി ഭംഗിയായിട്ട് നടത്തി തരണേ. അതുപോലെ തന്നെ മാതാവ് നടത്തി തന്നു. ഇന്ന് തീറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ സ്ഥലത്ത് ഞങ്ങളൊരു പുതിയ ഭവനം പണിതു. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മാതാവ് നൽകിയ. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്, ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ മാതാവ് എനിക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുന്ന് ലഭിച്ച പത്രം കൃത്യമായിട്ട് എല്ലാവർക്കും ഞാൻ എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തും എൻ്റെ വീട്ടിന് ചുറ്റുവട്ടത്തുള്ള അക്രൈസ്തവർക്ക് വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർ വളരെ താഴ്മയോടുകൂടിയാണ് ഈ പത്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാറ്. അതോടൊപ്പം തന്നെ അച്ഛൻ്റെ ഉടമ്പടി ക്ലാസ്സുകൾ കൃത്യമായിട്ട് കേൾക്കാറുണ്ട്. ധ്യാനം, അതുപോലെ തന്നെ ഇപ്പോൾ രാവിലെയുള്ള ഡെയിലി ബ്രെഡ്, അത് കൃത്യമായിട്ട് എല്ലാ ദിവസം മുടങ്ങാതെ ഞാൻ കേൾക്കും. അത് കേട്ടില്ലെങ്കിൽ എനിക്കെന്തോ ഭയങ്കര വിഷമമാണ്. അപ്പോൾ അത് കേൾക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് എൻ്റെ മുന്നിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞു വരുന്നവരെയൊക്കെ ആ സമയത്ത് എൻ്റെ കയ്യിലുള്ളതനുസരിച്ച് ഞാൻ അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട്. പിന്നെ ഒരു അധ്യാപിക ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ ക്ലാസ്സിലൊക്കെ പാവപ്പെട്ട കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളത് കണ്ടറിഞ്ഞ് ഞാൻ എൻ്റെ കഴിയും വിധം ഞാനത് ചെയ്തു കൊടുക്കാറുണ്ട് അവർക്ക്. അതോടൊപ്പം തന്നെ
ഞങ്ങളുടെ വീടിനടുത്ത് കുറച്ച് പാവപ്പെട്ട വ്യക്തികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വസ്ത്രങ്ങൾ ഞങ്ങൾ കൊടുക്കും. അപ്പോൾ അവരൊക്കെ അത് വളരെ വളരെ കരുണയോടുകൂടിയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വന്നില്ലേ, തരാറായല്ലോ, തന്നില്ലേ എന്ന് അവർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കാറുണ്ട്. പിന്നെ എൻ്റെ വീടിനടുത്ത് ഒരു സ്പെഷ്യൽ സ്കൂളുണ്ട്, വയ്യാത്ത കുട്ടികളുടെ സ്കൂളാണ്. അപ്പോൾ ആ കുട്ടികളുടെ സ്കൂളിൽ ഞാൻ പോവും. അവിടെയുള്ള സിസ്റ്ററിനെ കണ്ടിട്ട് അവർക്ക് ആവശ്യത്തിന് ഭക്ഷണത്തിനുള്ള എന്തെങ്കിലും സാമ്പത്തിക സഹായം ആ സിസ്റ്ററിൻ്റെ കയ്യിൽ ഞാൻ കൊടുക്കും. എന്നിട്ട് പറയും അവർക്ക് എന്തെങ്കിലും ഭക്ഷണം മേടിച്ച് കൊടുത്തോളൂട്ട്, അസിസ്റ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ അങ്ങനെ ചെന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ. അതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഞാൻ പണ്ടത്തേനേക്കാളും കുറച്ചും കൂടി ആത്മീയമായിട്ട് കുറച്ചും കൂടി വളർന്നു. എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് എപ്പോഴും തോന്നും. ഞാൻ വചനം ചൊല്ലി കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബൈബിളൊക്കെ വായിക്കും, കൃത്യമായിട്ട് മറ്റ് പ്രാർത്ഥനകളൊക്കെ ചെല്ലുമെന്നല്ലാതെ വചനം ചൊല്ലി ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. പക്ഷെ ഉടമ്പടിയിലായിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് വചനങ്ങൾ ഇവിടെ നിന്ന് എഴുതി തന്നതോടൊപ്പം തന്നെ ഞാനത് യാത്ര ചെയ്യുന്ന സമയത്തും വണ്ടി ഓടിക്കുന്ന സമയത്തുമൊക്കെ നമുക്ക് ആ വചനം ചൊല്ലി പ്രാർത്ഥിക്കും. ആ വചനത്തോടൊപ്പം എൻ്റെ നിയോഗങ്ങളും ഞാൻ ചൊല്ലി കൂടുതലായിട്ട് ഞാൻ യേശുവിലേക്കും മാതാവിലേക്കും അടുത്തു. ഇത്രയുമാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു.